ഫോട്ടോ സെൻസിറ്റിവിറ്റിയുടെ അതിഭയങ്കരമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടായിരുന്ന ഒരു ഷൈൻ ചേട്ടനാണ് ഇരിക്കുന്നത്. അതേപോലെ എനിക്ക് കിച്ചണിൽ പോലുള്ള ഹീറ്റ് എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. കിച്ചണിന്റെ ഹീറ്റ് പോലും എനിക്ക് അലർജി ആയിട്ട് പോകും. യു എയിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന സാരസില്ല. ഓക്കെ. എന്തായിട്ട് ജോലി ചെയ്യുന്നത്? HVAC ഓപ്പറേറ്റർ. അപ്പോൾ അവിടുത്തെ വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഈ അല്ല അവിടെ 22 ഡിഗ്രി പ്ലാന്റ് അകത്ത കൂളിങ്. പക്ഷെ വെളിയിൽ ഇറങ്ങുമ്പോഴേ ഒരു പ്രശ്നമില്ല. കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ വന്ന് തുടങ്ങിയത്. എന്തായാലും ഇവിടെ വന്ന് അലർജി ടെസ്റ്റ് ചെയ്തു. നമ്മളതിൻ്റെ ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ അന്ന് 2 ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. അതിന് പ്രത്യേകമായിട്ടുള്ള മരുന്നും തന്നിരുന്നു. കൂടാതെ അലർജിയുടേതായിട്ടുള്ള സൈനസൈറ്റിസും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? അസിഡിറ്റി, ഈ ഫുഡ് അലർജിയുടേതായിട്ട് നമുക്ക് പറ്റാത്ത ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലും ഒക്കെ ചുവന്നത്തിനടുത്ത് വരികയും അൾസേഴ്സ് ആയിട്ട് വരികയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അത് നമുക്ക് ഈ ആങ്സൈറ്റി, സ്ട്രെസ്സ് ഒക്കെ ഇത് കൂട്ടുകയും ചെയ്യും. നമുക്ക് മൂഡ് മാറുമ്പോൾ തന്നെ ഈ ചൊറിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ കൂടുതലാവുകയും ചെയ്യും. ഇതുപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസും ഒക്കെ. എന്തായാലും ഇപ്പോൾ എത്ര പെർസെൻറ്റേജോളം കുറഞ്ഞിട്ടുണ്ട്? എനിക്കിപ്പോൾ പറയാൻ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം 50% എബവ്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിയും കൂടി എടുത്ത് അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലേ? പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഈ സാറ് തന്ന മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷനും എല്ലാം ഞാൻ അവിടെ പറഞ്ഞു കൊടുത്ത് ഭയങ്കര മാറ്റം. അപ്പോൾ അവർ ചോദിച്ചത് എന്താ ഡീറ്റെയിൽ എനിക്ക് തരുമെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഡോക്ടേഴ്സ് ചോദിച്ചോ? അവിടുത്തെ ഡെർമറ്റോളജി ഫേമസ് ഡോക്ടേഴ്സ്. ശരി. ഇവിടെയും ഒരുപാട് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലൊക്കെ പോയിരുന്നു അല്ലേ? കോട്ടയം തൊട്ട് ട്രിവാൻഡ്രം, അതും HOD ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെയാണ് കണ്ടത്. അതേപോലെ സ്കിൻ അലർജി മാറാനായിട്ട് കുറച്ച് താമസം എടുക്കും. നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് അലർജി പെട്ടെന്ന് തന്നെ റിസൾട്ട് ആവുന്നു. 15 ഡേയ്സിന് ശേഷം വളരെ സന്തോഷം. സാറിൻ്റെ നമ്പറും കൂടി ഒന്ന് പറയാമോ? 9605557071. ഓക്കെ. ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും കൂടെ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ഉണ്ടല്ലേ? സാർ അങ്ങനെ എന്തോ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ഓക്കെ, ഒത്തിരി സന്തോഷം. ഇവിടെ വൈഫ് ഇവിടെ പൊൻകുന്നത്താണ് താമസിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഷെയറിങ് ദി ഇൻഫോർമേഷൻ. ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്പെടട്ടെ. ഓക്കെ.